ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മണിപ്പൂരിലെ ഒരു ഫോക്ക് ടെയിലാണ്, അതായത് പഴങ്കഥയാണ്. ഹൂ വിൽ ബി നിങ്തോ? ആരായിരിക്കും രാജാവ്? മണിപ്പൂരി ഭാഷയിൽ നിങ്തോ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. എ കിങ് ഈസ് കോൾഡ് എ നിങ്തോ ആൻഡ് എ ക്വീൻ ഈസ് കോൾഡ് എ ലീമ ഇൻ മണിപ്പൂരി. ഒരു രാജാവിനെ നിങ്തോ എന്നും രാജ്ഞിയെ ലീമ എന്നുമാണ് മണിപ്പൂരി ഭാഷയിൽ പറയുന്നത്. This is a story from Manipur about what qualities make a good ruler. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഗുഡ് റൂളറിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാം. റൂളർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ, രാജാവ്. അപ്പോൾ മണിപ്പൂരിലെ ഭാഷയാണ് മണിപ്പൂരി. അപ്പോൾ മണിപ്പൂരി ഭാഷയിൽ രാജാവിനെ നിങ്തോ എന്നും റാണിയെ ലീമ എന്നുമാണ് വിളിക്കുന്നത്. റീഡ് ആൻഡ് എൻജോയ്. ഒരു മോറൽ വാല്യൂ ലഭിക്കുന്ന സ്റ്റോറിയാണിത്. ഒരു നല്ല രാജാവിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാം. ലോങ് ലോങ് എഗോ ഇൻ ദ ലാൻഡ് ഓഫ് കാംഗ്ലിപാക് ഇൻ മണിപ്പൂർ there lived a നിങ്തോ ആൻഡ് എ ലീമ. They were loved dearly by the people. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ കാംഗ്ലിപാക് എന്ന സ്ഥലത്ത് ഒരു രാജാവും ഒരു രാജ്ഞിയും ജീവിച്ചിരുന്നു. നിങ്തോ എന്ന മണിപ്പൂരി ഭാഷയിലെ വേർഡാണ്. നിങ്തോ എന്ന് പറഞ്ഞാൽ രാജാവ്, ലീമ എന്ന് പറഞ്ഞാൽ രാജ്ഞി. ദേ വർ ലവ്ഡ് ഡിയർലി ബൈ ദ പീപ്പിൾ. അവിടുത്തെ ജനങ്ങൾ, രാജ്യത്തെ പ്രജ രാജാവിനെ വളരെയധികം, ഈ രാജാവിനെയും രാജ്ഞിയെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ദ നിങ്തോ ആൻഡ് ലീമ ഓൺ ദെയർ പാർട്ട് നെവർ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദെയർ പീപ്പിൾ. മീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ. നിങ്തോയും ലീമയും അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും നിർത്തിയിരുന്നില്ല തിങ്കിങ് അബൌട്ട് ദെയർ മീയം. അവരുടെ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരിക്കലും നിർത്തിയിരുന്നില്ല. അതായത് അവരും ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു, ജനങ്ങളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ മീയം ഷുഡ് ബി ഹാപ്പി ദേ സെഡ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണം അവർ പറഞ്ഞു. The people were not the only ones who loved their Ningthou and Lima. The birds and animals too loved them. പീപ്പിൾ മാത്രമായിരുന്നില്ല, അവിടുത്തെ ആളുകൾ മാത്രമായിരുന്നില്ല രാജാവിനെയും രാജ്ഞിയെയും ഇഷ്ടപ്പെട്ടിരുന്നത്. അവിടുത്തെ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഈ രാജാവിനെയും രാജ്ഞിയെയും അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ദ നിങ്തോ ആൻഡ് ലീമ ഓൾവേസ് സെഡ്. നിങ്തോയും ലീമയും എപ്പോഴും പറയുമായിരുന്നു, എവ്രിബഡി ഇൻ കാംഗ്ലിപാക് ഷുഡ് ലിവ് ഇൻ പീസ്. എല്ലാവരും, ഈ കാംഗ്ലിപാക്കിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം. നോട്ട് ഓൺലി ദ പീപ്പിൾ ബട്ട് ദ ബേർഡ്സ്, ആനിമൽസ് ആൻഡ് ട്രീസ്. ആളുകൾ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ പക്ഷികളും മൃഗങ്ങളും ട്രീസും മരങ്ങളും എല്ലാം സമാധാനത്തോടെ ജീവിക്കണം. Their beloved king and queen had 3 sons, Sana Joba, Sana Yema and Sana Tomba. ജനങ്ങളുടെ, ദെയർ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ബിലൗഡ് കിങ്, അവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന രാജാവിനും രാജ്ഞിക്കും ഹാഡ് 3 സൺസ്, 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. സന ജോബ, അവരുടെ പേരെന്തൊക്കെയായിരുന്നു? സന ജോബ, സന യേമ ആൻഡ് സന തോംബ. 12 years later a daughter was born. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മകൾ പിറന്നു. ഷി വാസ് നെയിംഡ് സന തോംബി. അവളുടെ പേരെന്തായിരുന്നു? സന തോംബി എന്നായിരുന്നു. ഷി വാസ് എ ലവ്ലി ചൈൽഡ്, സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. ഷി വാസ് ലവ്ഡ് ബൈ വൺ ആൻഡ് ഓൾ. അവൾ നല്ല ഭംഗിയുള്ള, നല്ല സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു. സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്, അതായത് പുറമെ നിന്ന് മാത്രം ഭംഗിയുള്ളവളായിരുന്നില്ല, മനസ്സിലും നന്മയുള്ളവളായിരുന്നു. ഷി വാസ് ലവ്ഡ് ബൈ വൺ ആൻഡ് ഓൾ. വൺ ആൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ദ ഇയേഴ്സ് വെൻറ്റ് ബൈ ആൻഡ് ദ ചിൽഡ്രൻ ഗ്രൂ അപ്പ് വെൽ. വർഷങ്ങൾ കടന്നുപോയി. ആൻഡ് ദ ചിൽഡ്രൻ ഗ്രൂ അപ്പ് വെൽ. കുട്ടികൾ വളർന്നു വലുതായി. ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക, ഗ്രൂ നന്നായി വളർന്നു വലുതായി. ആൻഡ് ദെൻ വൺ ഡേ, അങ്ങനെ ഒരു ദിവസം, ദ നിങ്തോ കോൾഡ് ഓൾ ഹിസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെഡ്. നിങ്തോ, ആ രാജാവ്, എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നൗ ടൈം ടു ഡിസൈഡ് ദ തുങ്കി നിങ്തോ ദ ഫ്യൂച്ചർ കിങ്. അപ്പോൾ രാജാവ് മന്ത്രിമാരോട് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ സമയമായി, എന്ത് തീരുമാനിക്കാനുള്ള സമയമായി? ദ തുങ്കി നിങ്തോ എന്ന് പറയുന്നത് മണിപ്പൂരി വേർഡാണ്. ഇതിൻ്റെ അർത്ഥം ഫ്യൂച്ചർ കിങ്, യുവരാജാവ്. അപ്പോൾ യുവരാജാവിനെ തീരുമാനിക്കാനുള്ള
സമയമായി, അടുത്ത രാജാവിനെ തീരുമാനിക്കാനുള്ള സമയമായി. ദ മിനിസ്റ്റേഴ്സ് വേർ ഷോക്ക്ഡ്. ഇത് കേട്ടപ്പോൾ മന്ത്രിമാർക്കൊക്കെ ഷോക്കായി. ബട്ട് ഓ നിങ്തോ, വാട്ട് ഈസ് ദർ ടു ഡിസൈഡ്? പക്ഷേ രാജാവേ, ഇതിലെന്താണ് തീരുമാനിക്കാനുള്ളത്? സനാജോബ, യുവർ എൽഡസ്റ്റ് സൺ വിൽ ബി അവർ ഫ്യൂച്ചർ കിങ്. നിങ്ങളുടെ മൂത്ത മകനായ സനാജോബ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചർ കിങ്. വെൽ, ദ നിങ്തോ റിപ്ലൈഡ്. അതൊക്കെ ശരിയാണ്. അപ്പം നിങ്തോ അതിന് മറുപടി പറഞ്ഞു. ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഓൾഡ് ഡേയ്സ്. അങ്ങനെയായിരുന്നു പഴയ കാലങ്ങളിൽ സംഭവിച്ചിരുന്നത്. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നത്. ദ എൽഡസ്റ്റ് സൺ ഓൾവേസ് ബിക്കെയിം ദ കിങ്. മൂത്ത മകനായിരുന്നു എപ്പോഴും രാജാവായിരുന്നത്, യുവരാജാവ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ബട്ട് ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി, സമയം മാറി. സോ ലെറ്റ് us സെലക്ട് എ കിങ് ഹു ഈസ് മോസ്റ്റ് വർത്തി ഓഫ് ബിക്കമിങ് എ കിങ്. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യണം, യുവരാജാവിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ഹു ഈസ് മോസ്റ്റ് വർത്തി, ആരാണോ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. വർത്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും യോഗ്യനായിട്ടുള്ളത്. ഓഫ് ബിക്കമിങ് എ കിങ്, ഒരു രാജാവാകാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം. വി വിൽ ഹാവ് എ കോൺടെസ്റ്റ് ടു സെലക്ട് ദ ഫ്യൂച്ചർ കിങ്, ദ ലീമ സെഡ്. അപ്പോൾ ലീമ രാജ്ഞി പറഞ്ഞു, നമുക്കൊരു മത്സരം വെക്കണം. ടു സെലക്ട് ദ ഫ്യൂച്ചർ കിങ്, നമുക്ക് ഫ്യൂച്ചർ കിങ്ങിനെ സെലക്ട് ചെയ്യാൻ ഒരു മത്സരം വെക്കണം. ആൻഡ് സോ ഇൻ ദ ലാൻഡ് ഓഫ് കാംഗ്ലിപാക്ക് ദർ വാസ് എ കോൺടെസ്റ്റ്, എ ഹോഴ്സ് റേസ്. അങ്ങനെ കാംഗ്ലിപാക്കിൽ ഒരു കോൺടെസ്റ്റ് നടന്നു, ഒരു മത്സരം നടന്നു. എ ഹോഴ്സ് റേസ്, ഒരു ഹോഴ്സ് റേസാണ് നടന്നത്, അതായത് കുതിരപ്പന്തയം അല്ലെങ്കിൽ കുതിരയോട്ട മത്സരം. ഹൂവർ റീച്ച് ദ കോങ്നാങ്, ദ ബാനിയൻ ട്രീ, ഫസ്റ്റ് വുഡ് ബി ഡിക്ലെയർഡ് തുങ്കി നിങ്തോ. ഹൂവർ റീച്ച് ദ കോങ്നാങ്, ആരാണോ ആദ്യം എത്തിച്ചേരുന്നത്. കോങ്നാങ് എന്ന് പറഞ്ഞാൽ ആൽമരം. ദ ബാനിയൻ ട്രീ, ആൽമരം. ആൽമരത്തിൻ്റെ അടുത്ത് ആരാണോ ആദ്യം എത്തിച്ചേരുന്നത്. ഫസ്റ്റ് വുഡ് ബി ഡിക്ലെയർഡ് തുങ്കി നിങ്തോ, ആരാണോ ആദ്യം ആൽമരത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത് ആളെ ഡിക്ലെയർ ചെയ്യും തുങ്കി നിങ്തോ ആയിട്ട്, യുവരാജാവായിട്ട് ഡിക്ലെയർ ചെയ്യും, അതായത് പ്രഖ്യാപിക്കും. ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കും. ബട്ട് ദെൻ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. സനാജോബ, സനായേമ ആൻഡ് സനാതോംബ, ഓൾ ത്രീ ഓഫ് ദം ഫിനിഷ്ഡ് ദ റേസ് ടുഗദർ. പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് അന്നേരം സംഭവിച്ചത്. സനാജോബയും സനായേമയും സനാതോംബയും 3 പേരും ഫിനിഷ് ചെയ്തു ദ റേസ് ടുഗദർ, ആ കുതിരപ്പന്തയത്തിൽ വിജയിച്ചു. 3 പേരും ഒരുമിച്ച് കുതിര ഓട്ട മത്സരം നടത്തിയിട്ട് അതിൽ വിജയിച്ചു. ദേ വർ എക്സ്പേർട്ട് റൈഡേഴ്സ് ആൻഡ് ഓൾ 3 റീച്ച് ദ ഫിനിഷ് ലൈൻ അറ്റ് ദ സെയിം ടൈം. 3 പേരും എക്സ്പേർട്ട് റൈഡേഴ്സ് ആയിരുന്നു. അതായത് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സവാരിക്കാർ, എക്സ്പേർട്ടായിട്ടുള്ള സവാരിക്കാരായിരുന്നു. അപ്പോൾ അവർ കുതിര സവാരിയിൽ എക്സ്പേർട്സ് ആയിരുന്നു. അതുകൊണ്ട് 3 പേരും ഫിനിഷ് ചെയ്തു, ഒരുമിച്ച് തന്നെ ഒരേ സമയത്ത് തന്നെ ഫിനിഷ് ചെയ്തു. ദർ വാസ് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്. അവിടെ എല്ലാവരും ആവേശത്തിലായിരുന്നു, വളരെയധികം ആവേശത്തിലായിരുന്നു. ലുക്ക് അറ്റ് ദം, ദ പീപ്പിൾ ഷൗട്ടഡ്. അവരെ നോക്കൂ, ആളുകൾ ഉച്ചത്തിൽ പറയാനായിട്ട് തുടങ്ങി, ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഷാഗോ ടോബ ന്യൂപ്പ. ഷാഗോ ടോബ ന്യൂപ്പ എന്ന് പറഞ്ഞാൽ സച്ച് ഫൈൻ ഹോഴ്സ്മാൻ, എത്ര നല്ല കുതിരസവാരിക്കാരാണ്. ബട്ട് വൺ ക്വസ്റ്റ്യൻ റിമെയിൻഡ്, ഹൂ വുഡ് ബി ദ തുങ്കി നിങ്തോ. പക്ഷേ ഒരു ചോദ്യം ബാക്കി വന്നു, ആരായിരിക്കും അടുത്ത യുവരാജാവ്, അടുത്ത ഭാവിയിലെ രാജാവ് ആരായിരിക്കും. ദ നിങ്തോ ആൻഡ് ലീമ ടേൺ ടു ദെയർ സൺസ്. അപ്പോൾ രാജാവും രാജ്ഞിയും അവരുടെ മക്കളുടെ അടുത്തേക്ക് തിരിഞ്ഞു. ടേൺ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു. ദ നിങ്തോ സെഡ്, അപ്പോൾ രാജാവ് പറഞ്ഞു, സനാജോബ, സനായേമ ആൻഡ് സനാതോംബ. സനാജോബ, സനായേമ ആൻഡ് സനാതോംബ, യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ആർ ഫൈൻ ഹോഴ്സ്മെൻ. അപ്പം നിങ്ങൾ തെളിയിച്ചു, നിങ്ങൾ നല്ല കുതിര സവാരിക്കാരാണെന്ന് നിങ്ങൾ തെളിയിച്ചു. ഡു സംതിങ് ഡിഫറെൻറ്റ് ഈച്ച് വൺ ഓഫ് യു സോ ദാറ്റ് വി ക്യാൻ ഡിസൈഡ് ഹൂ വിൽ ബി തുങ്കി നിങ്തോ. അപ്പം രാജാവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും ആരായിരിക്കും ഫ്യൂച്ചർ കിങ് എന്ന്, യുവരാജാവ് ആരായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. സഡൻലി സനാജോബ മൗണ്ടഡ് ഹിസ് ഹോഴ്സ് ആൻഡ് ഹെൽഡ് ഹിസ് സ്പിയർ സ്ട്രെയിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ പെട്ടെന്ന് തന്നെ സനാജോബ എന്ത് ചെയ്തു,
കുതിരപ്പുറത്ത് കയറി. മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കയറി, കുതിരപ്പുറത്ത് കയറി. ആൻഡ് ഹെൽഡ് ഹിസ് സ്പിയർ സ്ട്രെയിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ സ്പിയർ തൻ്റെ നേരെ മുന്നിലായിട്ട് പിടിച്ചു. സ്പിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശൂലം പോലെയുള്ള ഒരു ആയുധം, മലയാളത്തിൽ കുന്തം എന്ന് പറയും. അപ്പോൾ ഈ സ്പിയർ അവൻ്റെ നേരെ മുന്നിലായിട്ട് പിടിച്ചു. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റിലും നോക്കി. ദർ വാസ് എ ഹഷ് എമംഗ് പീപ്പിൾ. അവിടെ ആളുകൾക്കിടയിൽ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. ആളുകളെല്ലാം നിശബ്ദരായിട്ട് ഇരിക്കുകയായിരുന്നു. ഹഷ് എന്ന് പറഞ്ഞാൽ നിശബ്ദത. വാട്ട് ഈസ് സനാജോബ ദ എൽഡസ്റ്റ് ഗോയിങ് ടു ഡു, ദേ തോട്ട് ടു ദംസെൽസ്. അപ്പോൾ ആളുകൾ തനിയെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഈ സനാജോബ മൂത്ത മകൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, നിശബ്ദരായിട്ട് ഇരുന്നു. Sanajoba then looked at the huge gongnang standing majestically in the distance. Sanajoba പിന്നീട് എന്ത് ചെയ്തു? Looked at the huge gongnang. ആ ഹ്യൂജ് ആയിട്ടുള്ള ആ വലിയ ആ ട്രീയെ, ആ ആൽമരത്തെ നോക്കി. അതെങ്ങനെയാണ് നിൽക്കുന്നത്? ആൽമരം സ്റ്റാൻഡിങ് മെജസ്റ്റിക്കലി ഇൻ ദ ഡിസ്റ്റൻസ്, ദൂരെയായിട്ട് മെജസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഗാംഭീര്യത്തോടുകൂടി, പ്രൗഢിയോടുകൂടി നിൽക്കുന്ന, ദൂരെ നിൽക്കുന്ന ആ ആൽമരത്തെ നോക്കി നിന്നു. He pierced the tree and jumped his horse right through it. അവൻ എന്ത് ചെയ്തു? ട്രീയുടെ അടുത്തേക്ക് അവൻ്റെ സ്പിയർ പായിച്ചു, അത് എറിഞ്ഞു. എന്നിട്ട് അതിന് തുളയുണ്ടാക്കി. പിയേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ തുളയുണ്ടാക്കി. മേക്കിംഗ് എ ഹോൾ ഇൻ സംതിങ്. അപ്പോൾ ഒരു തുളയുണ്ടാക്കി, എന്നിട്ട് അതിലൂടെ കുതിരയെ ഓടിച്ചു. റൈറ്റ് ത്രൂ ഇറ്റ്, അതിനുള്ളിലൂടെ, ആ തുളയ്ക്കകത്തൂടെ കുതിരയെ ഓടിച്ചു. Bravo, bravo, the people shouted. Tauro, tauro, and then they fell silent. Bravo, bravo, well done, well done, നന്നായി ചെയ്തു. അങ്ങനെ ആളുകൾ ഇങ്ങനെ ആരവം മുഴക്കാനായിട്ട് തുടങ്ങി. ആളുകൾ ഉച്ചത്തിൽ പറയാനായിട്ട് തുടങ്ങി, നന്നായിട്ട് ചെയ്തു, വെൽ ഡൺ എന്ന് പറയാനായിട്ട് തുടങ്ങി. ആൻഡ് ദെൻ ദേ ഫെൽ സൈലൻറ്റ്. പിന്നീട് അവർ സൈലൻ്റായിട്ട് നിന്നു, നിശബ്ദരായിട്ട് നിന്നു. നൗ ഇറ്റ് വാസ് ദ ടേൺ ഓഫ് ദ സെക്കൻഡ് സൺ. ഇനി അടുത്തത് ആരുടെ ഊഴമായിരുന്നു? രണ്ടാമത്തെ മകൻ്റെ ഊഴമായിരുന്നു. സനായേമ, വാട്ട് വുഡ് ഹി ഡു? സനായേമയുടെ ഊഴമായിരുന്നു. അവനിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? സനായേമ ടു ലുക്ക്ഡ് അറ്റ് ദ ഗോങ്നാങ് ആസ് ഹി മൗണ്ടഡ് ഹിസ് ഹോഴ്സ്. അപ്പോൾ സനായേമയും കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ ആൽമരത്തെ നോക്കി. Then he too rode towards the tree harder and harder. പിന്നീട് അവൻ എന്ത് ചെയ്തു? കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അങ്ങോട്ട് ആ ആൽമരത്തിന് നേരെ കുതിരയെ ഓടിച്ചു. ഹാർഡർ ആൻഡ് ഹാർഡർ, അതായത് സ്പീഡിൽ, ശക്തിയായിട്ട് ഓടിച്ചു. ദ പീപ്പിൾ വാച്ച്ഡ് ഇൻ സൈലൻസ്. ആളുകൾ നിശബ്ദരായി നോക്കി നിന്നു. എഫ്രേഡ് ഈവൻ ടു ബ്രെത്ത്. അവർ ശ്വാസം എടുക്കാൻ പോലും പേടിച്ചു. അവർ ശ്വാസമൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവൻ എന്താണ്, സനായേമ എന്താണ് ചെയ്യാൻ പോകുന്നത്? വെൻ ഹി വാസ് റിയലി ക്ലോസ് ഹി ഏർജ്ഡ് ഹിസ് ഹോഴ്സ് ടു ജമ്പ്. അവൻ ആൽമരത്തിന് അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഹോഴ്സിനെ ജമ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ഏർജ്ഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു. ഹോഴ്സിനെ ജമ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു, ചാടാനായിട്ട് പ്രേരിപ്പിച്ചു. ഹയർ ആൻഡ് ഹയർ ദ ഹോഴ്സ് റോസ് അൺടിൽ ഹോഴ്സ് ആൻഡ് റൈഡർ ജംപ്ഡ് ക്ലിയർ ഓവർ ദ ഹ്യൂജ് ട്രീ ആൻഡ് ലാൻഡഡ് ഓൺ ദ അതർ സൈഡ് ഇൻ എ വണ്ടർഫുൾ മോഷൻ. ഹയർ ആൻഡ് ഹയർ, നല്ല ഉയരത്തിൽ. ദ ഹോഴ്സ് റോസ്, ഉയരത്തിൽ ഇങ്ങനെ കുതിച്ച് ചാടാനായിട്ട് പ്രേരിപ്പിച്ചു. അൺടിൽ ഹോഴ്സ് ആൻഡ് റൈഡർ, ഈ കുതിരയും ഈ കുതിര സവാരിക്കാരനും ജംപ്ഡ് ക്ലിയർ ഓവർ ദ ഹ്യൂജ് ട്രീ, ആ വലിയ മരത്തിൻ്റെ മുകളിലൂടെ ചാടുന്ന രീതിയിൽ ചാടാനായിട്ട് കുതിരയെ പ്രേരിപ്പിച്ചു. ആൻഡ് ലാൻഡഡ് ഓൺ ദ അതർ സൈഡ് ഇൻ എ വണ്ടർഫുൾ മോഷൻ. അങ്ങനെ കുതിര അങ്ങനെ ഉയരത്തിൽ ചാടി, കുതിച്ച് ചാടി ആ ആൽമരത്തിൻ്റെ മറുഭാഗത്ത് ഒരു അതിശയകരമായ രീതിയിൽ ലാൻഡ് ചെയ്തു, അങ്ങനെ എത്തിച്ചേർന്നു. The people breathed in relief and said in unison, "Faje, Faje, wonderful, wonderful." ആളുകൾക്ക് ആശ്വാസമായി, ആശ്വാസത്തോടു കൂടി ശ്വാസമിട്ടു, അതായത് ആളുകൾക്ക് സമാധാനമായി. ആൻഡ് സെഡ് ഇൻ യൂണിസൺ, ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഫാജെ ഫാജെ, അതിശയകരം തന്നെ, അതിശയകരം തന്നെ, വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ ആളുകൾ വിളിച്ച് പറയാനായിട്ട് തുടങ്ങി. ആൻഡ് നൗ ഇറ്റ് വാസ് ദ ടേൺ ഓഫ് ദ യങ്ങസ്റ്റ് സൺ. ഇനി അടുത്തത് ആരുടെ ഊഴമായിരുന്നു? ഇളയ മകൻ്റെ ഊഴമായിരുന്നു, സനാതോംബയുടെ ഊഴമായിരുന്നു. ഹി ടു റോഡ് ഹിസ് ഹോഴ്സ് ടുവേർഡ്സ് ദ ഗോങ്നാങ് ആൻഡ്
ബിഫോർ എനിബഡി ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ് അപ്രോട്ടഡ് ഇറ്റ്. അവനും എന്ത് ചെയ്തു? കുതിരയെ അതിന് നേരെ, ആൽമരത്തിന് നേരെ ഓടിച്ചു. ബിഫോർ എനിബഡി ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ്, ആരെങ്കിലും അറിയുന്നതിന് മുന്നേ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും അറിയുന്നതിന് മുന്നേ തന്നെ അവൻ എന്ത് ചെയ്തു? അപ്രൂട്ടഡ് ഇറ്റ്. അപ്രൂട്ടഡ് എന്ന് പറഞ്ഞാൽ പിഴുതെടുത്തു. ഈ ആൽമരത്തെ വേരോടുകൂടി പിഴുതെടുത്തു. ട്രയംഫൻ്റ്ലി ഹി ക്യാരിഡ് ദ tree to the Ningthou and Lima and laid it at their feet. Triumphantly എന്ന് പറഞ്ഞാൽ വിജയകരമായി, വിജയത്തിൻ്റെ ഭാവത്തോടു കൂടി അവൻ അതും വഹിച്ചുകൊണ്ട് രാജാവിൻ്റെയും രാജ്ഞിയുടെയും അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു, അവിടെ കിടത്തി. ഷൗട്ട്സ് ഓഫ് തൗരോ തൗരോ ഫാജെ ഫാജെ ഫിൽഡ് ദ മൗണ്ടൻസ്. ആ കുന്നുകളിൽ വിജയത്തിൻ്റെ ആരവം മുഴങ്ങി. ആളുകളൊക്കെ ഇങ്ങനെ ആരവം മുഴക്കാനായിട്ട് തുടങ്ങി. നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിജയാരവം മുഴക്കാനായിട്ട് തുടങ്ങി. ദ പീപ്പിൾ ഗ്രൂ റെസ്റ്റ്ലെസ്. വൈ വർ ദ നിങ്തോ ആൻഡ് ദ ലീമ ടേക്കിംഗ് സോ ലോങ് ടു മേക്ക് ദ അനൗൺസ്മെൻറ്റ്. ആളുകൾ വിജയാരവം മുഴക്കാനായി തുടങ്ങി, എന്നാലും അവരസ്വസ്ഥരായിരുന്നു. കാരണം അവർക്ക് അറിയണമായിരുന്നു ആരായിരിക്കും ഫ്യൂച്ചർ കിങ്, ആരെയായിരിക്കും രാജാവ് തിരഞ്ഞെടുക്കുക. വൈ വർ ദ നിങ്തോ ആൻഡ് ദ ലീമ ടേക്കിംഗ് സോ ലോങ് ടു മേക്ക് ദ അനൗൺസ്മെൻറ്റ്. എന്തുകൊണ്ടാണ് രാജാവും രാജ്ഞിയും ഈ വിളംബരം ചെയ്യാൻ ഇത്ര വൈകുന്നത്? ആരാണ് യുവരാജാവ് എന്ന് വിളംബരം ചെയ്യാൻ ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ്? ദേ ക്രെയിൻഡ് ദെയർ നെക്സ് ടു സീ വാട്ട് വാസ് ഹാപ്പനിങ്. ആളുകൾ എന്താണ് ചെയ്തത്? ക്രെയിൻഡ് ദെയർ നെക്സ്, അതായത് തല ഉയർത്തി ഇങ്ങനെ നോക്കുകയാണ്, കഴുത്തുയർത്തി, അതായത് തല ഉയർത്തി നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട്. The Ningthou and Lima was watching Sanatombi, their 5-year-old daughter. അപ്പോൾ രാജാവും രാജ്ഞിയും അവരുടെ മകളായ 5 വയസ്സായ മകളായ സനാതോംബിയെ നോക്കി നിൽക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് സാഡ് ആൻഡ് ലോൺലി. അവളെ ദുഃഖിതയായിട്ടും തനിയെ നിൽക്കുന്നതായിട്ടും കാണപ്പെട്ടു. ഷീ സ്റ്റേഡ് അറ്റ് ദ കോങ്നാങ് വിച്ച് ലേ ഡെഡ് ബൈ ദ ത്രോൺ. അവളിങ്ങനെ തുറിച്ച് നോക്കുകയായിരുന്നു. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുക. അവളിങ്ങനെ ആ ആൽമരത്തെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വിച്ച് ലേ ഡെഡ് ബൈ ദ ത്രോൺ. സിംഹാസനം കാരണം മരിച്ചു കിടക്കുന്ന ആ ആൽമരത്തെ തന്നെ അവൾ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം സിംഹാസനത്തിന് വേണ്ടിയുള്ള ആ മത്സരത്തിലാണ് ആൽമരത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബേർഡ്സ് ഫ്ലാപ്ഡ് വെറീഡ്ലി അറൗണ്ട്. പക്ഷികൾ ചിറകിട്ടടിച്ച് പറക്കുകയാണ്. ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ ചിറകിട്ടടിക്കുക. ചിറകിട്ടടിച്ചുകൊണ്ട് ആശങ്കയോടുകൂടി ചുറ്റിലും പറക്കുകയാണ്. അവരിങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷികൾ, അവർക്ക് വാസസ്ഥലം ഇല്ലാതായി, അവർ ചുറ്റിലും പറക്കുകയാണ്. സെർച്ചിങ് ഫോർ ദെയർ ഹോംസ് ഇൻ ദ ട്രീ. ആ മരത്തിൽ അവരുടെ വീട് അവർ തിരയുകയാണ്. സനാതോംബി വാക്ക്ഡ് അപ്പ് ടു ദ കോങ്നാങ് ആൻഡ് വിസ്പേർഡ്. സനാതോംബി ആ ആൽമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ചെറിയ സ്വരത്തിൽ പറഞ്ഞു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. ദ കോങ്നാങ് ഈസ് ഡെഡ്. ഈ ആൽമരം മരിച്ചുപോയി. ഇറ്റ് വാസ് ഹേർട്ട് ബൈ ദ സ്പിയർ ആൻഡ് നൗ ഇറ്റ് ഈസ് ഡെഡ്. ഇതിന് സ്പിയർ കാരണം മുറിവേറ്റു, ഇപ്പോൾ ഇത് മരിക്കുകയും ചെയ്തു. ദ പീപ്പിൾ വർ ഓൾ അറ്റൻഷൻ. ആളുകളെല്ലാം ശ്രദ്ധിച്ചു നിന്നു. ദ നിങ്തോ സ്റ്റുഡ് അപ്പ്. രാജാവ് എഴുന്നേറ്റു. ഹി ലുക്ക്ഡ് അറ്റ് ദ 3 ബോയ്സ്. രാജാവ് 3 ആൺകുട്ടികളെയും നേരെയും നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾ. മകൾക്ക് നേരെയും നോക്കി, ആ ചെറിയ പെൺകുട്ടിക്ക് നേരെയും നോക്കി. ഹി ടേൺ ടു ദ പീപ്പിൾ. ആളുകൾക്ക് നേരെ തിരിഞ്ഞു. ഇഫ് എനിബഡി ഈസ് വേർതി ഓഫ് ബിക്കമിങ് ദ റൂളർ, ഹി സെഡ്, ഇറ്റ് ഈസ് ലിറ്റിൽ സനാതോംബി. റൂളർ ആവാൻ യോഗ്യതയുള്ളത് ആർക്കാണ്? ലിറ്റിൽ ഗേളായ സനാതോംബിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും ഇങ്ങനെ യോഗ്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ലിറ്റിൽ സനാതോംബിയാണ്. ഇറ്റ് വാസ് ഷീ ഹൂ ടോൾഡ് അസ് ടു ലുക്ക് അറ്റ് ദ സോൾ ഓഫ് ദ കോങ്നാങ്. അവളാണ് നമ്മളോട് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ലുക്ക് അറ്റ് ദ സോൾ ഓഫ് ദ കോങ്നാങ്. ആ ആൽമരത്തിൻ്റെ ഹൃദയത്തെ, ആത്മാവിനെ, അല്ലെങ്കിൽ അത് നോക്കാനായിട്ട് പറഞ്ഞത് അവളാണ്. കാരണം പക്ഷികളുടെ വാസസ്ഥലമായിരുന്നു, അത് നശിച്ചുപോയി, ട്രീയും നശിച്ചുപോയി. അപ്പോൾ അവളാണത് നമുക്ക് പറഞ്ഞു തന്നത്. സനാതോംബി ഫീൽസ് ദ പെയിൻ ഓഫ് അതേഴ്സ്. സനാതോംബി മറ്റുള്ളവരുടെ ആ ദുഃഖം മനസ്സിലാക്കുന്നു, വേദന മനസ്സിലാക്കുന്നു. ഷീ ഫീൽസ് ദ പെയിൻ ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ വേദന അവൾ മനസ്സിലാക്കുന്നു, ആളുകളുടെ ദുഃഖം മനസ്സിലാക്കുന്നു. ദ ആനിമൽസ്, ദ ബേർഡ്സ് ആൻഡ് ദ ട്രീസ്. അവൾ ആനിമൽസിൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും ഒക്കെ വേദന മനസ്സിലാക്കുന്നു.
I declare Sanatombi the future Lima of Kanglipak, the Ningthou said. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ പ്രഖ്യാപിക്കുന്നു സനാതോംബിയാണ് കാംഗ്ലിപാക്കിലെ ഫ്യൂച്ചർ ലീമ, അതായത് ഭാവി രാജ്ഞി സനാതോംബിയാണ്. എ സൈലൻസ് ഫെൽ. അപ്പോൾ അവിടെ ആകെ ഒരു നിശബ്ദത വീണു. എവ്രി വൺ ടേൺ ടു ലുക്ക് അറ്റ് ദ ലിറ്റിൽ ഗേൾ. എല്ലാവരും തിരിഞ്ഞ് ആ ലിറ്റിൽ ഗേളിനെ, ആ ചെറിയ പെൺകുട്ടിയെ നോക്കി. ദ ഫ്യൂച്ചർ കീൻ, അവരുടെ ഫ്യൂച്ചർ ഭാവിയിലെ രാജ്ഞി. There she stood, all of 5, like a small gong, with birds flying all around her. There she stood. അപ്പോൾ അവൾ അവിടെ നിന്നു. all of 5, 5 വയസ്സായ ആ പെൺകുട്ടി അവിടെ നിന്നു. like a small gong, ഒരു ചെറിയ ആൽമരം പോലെ നിന്നു. with birds flying all around her, പക്ഷികൾ അവൾക്ക് ചുറ്റിലും പറക്കുന്നുണ്ടായിരുന്നു. They sat on her shoulders and on her head. പക്ഷികൾ അവളുടെ ഷോൾഡേഴ്സിലും അവളുടെ ഹെഡിലൊക്കെ ഇരിക്കാനായിട്ട് തുടങ്ങി. She held out her hands full of grain, and the birds flapped about her pecking at the food. She held out her hands full of grain. അവൾ ധാന്യം നിറച്ച തൻ്റെ കൈകൾ രണ്ട് ഭാഗത്തേക്കും നീട്ടി. And the birds flapped. പക്ഷികൾ ചിറകട്ടടിച്ച് പറന്നുകൊണ്ട് പെക്കിങ് അറ്റ് ദ ഫുഡ്. അവരെന്ത് ചെയ്തു? പക്ഷികൾ എന്ത് ചെയ്തു? ഈ ഫുഡ് ധാന്യം കൊത്തിയെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. പെക്കിങ് എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കുക, കൊത്തിയെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. എലീമ ഈസ് വൺ ഹൂ ഡസൻറ്റ് ഹേർട്ട് എനിബഡി ഇൻ ദ കിങ്ഡം. അപ്പോൾ എങ്ങനെയുള്ള രാജ്ഞിയായിരുന്നു സനാതോംബി? ഹൂ ഡസൻറ്റ് ഹേർട്ട് എനിബഡി ഇൻ ദ കിങ്ഡം. ആ രാജ്യത്തിലെ ആരെയും വേദനിപ്പിക്കാത്ത ഒരു രാജ്ഞിയായിരുന്നു സനാതോംബി. ആരാണ് എഴുതിയത്? ഇന്ദിര മുഖർജി.